ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആയതുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റതൊക്കെ. ഇപ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊന്നും പ്രിപ്പയർ ചെയ്യാനില്ല. ഇന്നാണെങ്കിൽ കുറേ ക്ലീനിങ് പരിപാടികളും പിന്നെ ഒരു ക്രാഫ്റ്റും ഒക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കും. ആകെ നമുക്ക് നോക്കാനുള്ള ഒരു പച്ചപ്പ് കാണാനുള്ള ഒരു ഗാർഡൻ എന്ന് പറയുന്നത് ഈ ഒരു കുറച്ച് ചെടികളും ഉള്ളിലുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും മാത്രമാണ്. അപ്പോൾ എന്നും അതിൽ വന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്ന് മാറ്റി നടാറായിട്ടുണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. പിന്നെ തുളസിയൊക്കെ ഒന്ന് മാറ്റി പ്ലാന്റ് ചെയ്യണം. ചെറിയ തുളസി തയ്യലൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇന്ന് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കുറച്ച് ഉണങ്ങിയൊക്കെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് പറിച്ച് സെറ്റാക്കി മാറ്റണം. മുളക് തൈയാണ് അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത്, പനിക്കൂർക്കയുടെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ അത് ഇവിടെ കുറച്ച് പാത്രമൊക്കെ കഴുകാനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി ഒതുക്കണം. പിന്നെ ഇവിടെ അച്ചാറുണ്ട്, അതൊന്ന് പാത്രത്തിലിട്ട് വെക്കണം കേട്ടോ. ഞാനിട്ടത് തന്നെയാണ്, മാങ്ങച്ചാറാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും മാങ്ങച്ചാറാണ് ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് പണിയുണ്ട്. അതിന്ന് കിച്ചു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷൂ ഒക്കെ ഞാനെടുത്ത് പുറത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം, ഷൂ റാക്ക് ക്ലീൻ ചെയ്യണം. അതാണ് വലിയ പണി. കാരണം ഫുൾ ചെരുപ്പ് നമ്മൾ പുറത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെല്ലാം അകത്ത് തന്നെയാണ് ഷൂ റാക്ക് വെച്ചിട്ട്, അകത്ത് അതിനുള്ളിലാണ് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഷൂ ഒക്കെ വെക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും പുറത്തേക്ക് ഇടുന്നതിൽ ഓഫീസിൽ വേറുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ ഇടുന്നതുണ്ട്, പുറത്ത് ഇടുന്നതുണ്ട്, അകത്ത് ഇടുന്ന ചെരുപ്പുകളുണ്ട്, പിന്നെ നല്ല ഷൂസൊക്കെ ഉണ്ട്. കുറേ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി അടക്കി നീറ്റാക്കി വെക്കണം. അപ്പം കുറച്ച് നേരം കിച്ചു ചെയ്തു. പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചു. ഒന്നുകൂടെ നന്നായി നീറ്റായി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കുറേ പൊടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് തുടച്ച് നീറ്റാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ എല്ലാ ഷൂസും എടുത്തിട്ട് അതിനകത്ത് പറക്കി അടക്കി വെച്ചു കേട്ടോ. അപ്പം എല്ലാവരുടെ ഷൂസും ഉണ്ട്. എല്ലാം അടക്കി പറക്കി നീറ്റാക്കി വെച്ചു. ഇനി എടുക്കുമ്പോൾ അതേപോലെ എടുക്കും. പിന്നെ വെക്കുമ്പോഴാണ് തിരിച്ചു മറിച്ചൊക്കെ വെക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ മേലൊക്കെ കഴുകി വന്ന് നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം കുറേ പ്ലാസ്റ്റിക് സ്പൂൺ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ണൻ്റെ ബർത്ത്ഡേയുടെ ഒരു കേക്ക് ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പൂൺ ഇങ്ങനത്തെ സ്പൂണാണ്. ആദ്യമേ സ്പൂണൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് വൈറ്റ് കളർ സ്പൂണാണ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പിടി ഭാഗം കട്ട് ചെയ്ത് ഇത്രയും ഭാഗം കുറച്ചിങ്ങനെ നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയും ഒരു ഭാഗം നമ്മൾ നിർത്തണം. എന്നിട്ട് അങ്ങനെ കുറേ സ്പൂൺ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സൂക്ഷിച്ചൊക്കെ കട്ട് ചെയ്യണം. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കയ്യിൽ കുത്തിക്കയറാനൊക്കെ സാധ്യതയുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ഈ കേക്ക് ബോർഡ് ഇതാണ്. ഇതിൻ്റെ ഈ ഒരു വൈറ്റ് ഒരു പോർഷൻ നമ്മളൊന്ന് കീറി കളഞ്ഞിട്ട് വൈറ്റ് ബോർഡ് ആകുന്ന ഭാഗത്ത് നമ്മളിതെല്ലാം റൗണ്ടിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ പോർഷൻ ഒഴികെ ബാക്കി എല്ലായിടത്തും സ്റ്റിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ പോർഷൻ മാത്രം നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു പോർഷനിൽ നമുക്കൊരു മിറർ പീസ് ഒട്ടിക്കണം. അപ്പോൾ ഇവിടെ നല്ല മിറേഴ്സൊന്നും എനിക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ അക്രിലിക് മിറർ ഉണ്ടല്ലോ, ഷീറ്റ് പോലുള്ള മിറർ, അത് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് റൗണ്ട് പീസിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കറക്റ്റായിട്ടൊന്നല്ല ഒട്ടിച്ചേക്കണേ, എന്നാലും ഒരു വിധത്തിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബോർഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കട്ടിയില്ലാത്തൊരു ഷീറ്റാണ്, അതൊരു അക്രിലിക് ഷീറ്റാണ്. മിററിൻ്റെ പോലെ തോന്നണ ഒരു ഫീലുള്ള ഒരു ഇതാണ്. ശരിക്കും മിററാണെങ്കിൽ നല്ല ഭംഗിയാവും. അപ്പോൾ അത് ഒട്ടിക്കണതിന് മുന്നേ നമ്മൾ മുകളിൽ കൊണ്ടുവച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് അടിച്ചു. എൻ്റെ അടുത്ത് ഉണ്ടായ ഒരു ഗോൾഡൻ കളർ ഇതായിരുന്നു കേട്ടോ. അത്ര ബ്രൈറ്റായ കളറല്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് ചേർന്നൊരു ഗോൾഡൻ കളർ. അപ്പോൾ അത് അടിച്ചെടുത്തു. ഇനി നമ്മളിത് സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ റൂമിൽ വെച്ച് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മുകളിൽ കൊണ്ടുവച്ച് ചെയ്തിട്ട് ഡ്രൈ ആയതിന് ശേഷം എടുത്തുകൊണ്ട് വന്നു. ഇടയ്ക്ക് കുറച്ച് പൊടിയൊക്കെ പിടിച്ചു അതിനകത്ത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു പീസ് അതിനകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ബോർഡ് ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച സെൻറ്റർ പീസ് ഫില്ലായിട്ടുണ്ട്. അത്രയും ഈവനായിട്ടൊന്നല്ല ഞാൻ ഒട്ടിച്ചിരിക്കണേ ഈ സ്പൂണുകളൊന്നും, എന്നാലും ഒരു വിധത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഷീറ്റ് ഫുള്ള് ഇങ്ങനെ മുത്തുകളാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. അതിൻ്റെ ബാക്കിലൊരു ഗ്ലൂ ഉള്ള ടൈപ്പ് ഒരു മുത്തുകളാണ്. ഗോൾഡൻ കളർ മുത്താണ് ഞാൻ എടുത്തിട്ടോ. ഞാൻ അന്വേഷിച്ചിരുന്നത് നല്ല വൈറ്റ് ഹാഫ് പേളാണ് അന്വേഷിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഈ ഗോൾഡൻ പേളാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ തൽക്കാലം ഇത് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഈ മിററിൻ്റെ മുകളിലൊരു ഷീറ്റ് ഉണ്ട്. അത് പറിച്ച് കളയണം കേട്ടോ. അതൊരു കോട്ടിംഗ് ആണ്. അത് പറിച്ച് കളഞ്ഞിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പം അത് നമ്മൾ ഒന്ന് പീൽ ചെയ്ത് കളയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പയ്യെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഒരു ഷീറ്റ് കിട്ടും. അപ്പോൾ അത് കളയുമ്പോൾ നല്ല അടിപൊളി മിററാണ് വരിക കേട്ടോ. ഇനി ഓരോ മുത്തായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഓരോ മുത്തുകളൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള മുത്താണ്. അപ്പോൾ ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ 2-3 ഇങ്ങനെ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ലെയറായിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിക്കണമല്ലോ. അപ്പോൾ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് പയ്യെ കുറച്ച് മാത്രം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഓരോ റീലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ.
അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു മുത്തും കൂടെ ചേർത്തിട്ട് നമ്മളവിടെ നീറ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഗ്ലൂ ഉള്ളതുകൊണ്ട് ഡ്രൈ ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്കിത് വോളിലേക്ക് ഹാങ് ചെയ്യണം. അപ്പം ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഹുക്സ് ഒന്നും ഇല്ല. അപ്പോൾ ഞാനിതിൽ ഡബിൾ ടേപ്പ്, ഇതിൻ്റെ ബാക്ക് ഫുള്ള് ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഗോൾഡൻ കളർ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു കുഴപ്പമുള്ളൂ. പക്ഷേ എങ്കിലും അതർവൈസ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ കുറച്ച് പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ടായി മുകളിൽ കൊണ്ടുവച്ച കാരണം കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല ഒട്ടിച്ചേക്കണം, എന്നാലും ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളൊരു വർക്ക് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് അത് ഫിനിഷായി ആ പ്രൊഡക്റ്റ് കാണുമ്പോൾ ഉള്ള സന്തോഷം വേറെയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് നമുക്കൊന്ന് മടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ടെൻഷനുകളോ അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് ചില സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ ഒന്ന് മൂഡ് ഓഫ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ കൂടുതലും നമുക്ക് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാൻ മറ്റുള്ളവരൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ സ്ട്രെസ്സ് വരാൻ ഒരുപാട് ടെൻഷനുകളോ അതും ഇതും വേണമെന്നൊന്നുമില്ല, ചുമ്മാ വീട്ടിലിരുന്നാലും വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേസ്റ്റായിട്ട് കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ വാങ്ങും, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഓരോരോ ക്രാഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ആദ്യമൊക്കെ ബോട്ടിൽസിലായിരുന്നു, പിന്നെ ഇങ്ങനെയുള്ള ഹോം ഡെക്കർ, വോൾ ഡെക്കർ ഐറ്റംസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് നല്ല ഒരു ഫിനിഷിങ് അങ്ങടെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തെടുത്തു. നമുക്കത് പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മൈൻഡ് അതിനകത്താവും. ഇവിടെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നമ്മൾ സെറ്റാക്കി എടുത്തു. എന്നിട്ട് നമ്മൾ വോളിൽ സ്റ്റിക്ക് ചെയ്തു. നമ്മളെ ഒരു ആർച്ച് വരുന്ന ഒരു ഭാഗത്ത്, ഹോളിലെ ആ ഒരു ഭാഗത്തായിട്ടാണ്, ഇത് വലിയൊരു ഡെക്കോറ പീസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളൊന്ന് നന്നായി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം ഡബിൾ ടേപ്പ് ഉള്ളതുകൊണ്ട് അത് നല്ല ഓക്കെ ആയിട്ട് നല്ല അടിപൊളി നല്ല ടേപ്പ് വാങ്ങി വേണം ഒട്ടിക്കാൻ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ മറ്റുള്ള വീഡിയോസിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.